ഹായ് ഓൾ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ഫിലിമിൻ്റെ റിവ്യൂ പറയുന്നത്. 19th ഇറങ്ങിയ ബാലൻ എന്ന മൂവിയെ പറ്റിയിട്ടാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം അതിഗംഭീരമായൊരു ഫിലിമാണ് ബാലൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കാസ്റ്റിംഗ് റോള് ഗണപതിയാണ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് എത്രത്തോളം സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഫിലിമിൽ മനസ്സിലാക്കാൻ പറ്റും. പുതുമുഖങ്ങളാണെന്ന് ഒരിക്കൽ പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാവരും അഭിനയിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയാനുള്ളത് ഫർസാന പാലത്തിങ്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ്. ആളുടെ ഫസ്റ്റ് മൂവിയാണ്. നമുക്ക് ഒരിക്കൽ പോലും തോന്നില്ല ആളുടെ ഫസ്റ്റ് മൂവിയാണെന്നുള്ളത്. ആൾ ആ ഒരു ഫിലിമിനെ വേറെ ലെവലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുപോലെ ആദിശേഷൻ, ആ ഒരു കുട്ടി അടിപൊളിയായിട്ട് തന്നെ ഇതിനെ ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ആൾ കണ്ണുകൾ വരെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു കണ്ണ് വരെ ഒരു അട്രാക്റ്റീവാണ്. നമുക്ക് ആ ഒരു ഫിലിം കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ടോവിനോ തോമസ് ഉണ്ട്, നല്ലൊരു എൻട്രിയാണ്. ജെയിൻ പോൾ ലാലിൻ്റെ മകൻ, പിന്നെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീന ആൻ്റണി. പിന്നെ ഇതിലൊരു അമ്മച്ചി ഉണ്ട് കേട്ടോ. അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബ് അമ്മച്ചി, ഒരു കോമഡി പ്ലസ് ഒരു ടെറർ ആയിട്ടുള്ള ഒരു അമ്മച്ചിയാണ്. ആളുടെ ഒരു ചെറിയൊരു പോർഷനാണെങ്കിലും അതൊരു അടിപൊളിയായിട്ട് തന്നെ ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് ഡോളി ജോൺ എന്നാണ്. ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, അത്രയും നന്നായിട്ടുണ്ട്. അതുപോലെ സിനിമാറ്റോഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫിലിമിനെ വേറെ ലെവലെത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ സിനിമാറ്റോഗ്രാഫി. അതുപോലെ സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഫിലിമിന് ഒരു ജീവൻ കൊടുത്തു എന്ന് തന്നെ പറയാം. അത്രയും നന്നായിട്ട് സുഷിൻ ശ്യാമിൻ്റെയും ഒരു സപ്പോർട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. ട്വിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് നല്ലൊരു ട്വിസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്വിസ്റ്റ് അതിലുണ്ട്. അപ്പോൾ എല്ലാവരും മൂവി പോയി തിയേറ്ററിൽ തന്നെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.